ഒരു ദിവസം കടൽക്കരയിൽ നിൽക്കുന്ന ഒരാൾ കപ്പൽ മുങ്ങുന്നത് കണ്ടു. അയാൾക്ക് സങ്കടം തോന്നി. ഹോ, എന്തൊരു ക്രൂരമായ വിധി! യാതൊരു കാരുണ്യവുമില്ല ദൈവത്തിന്. ശരിയാണ്, ദുഷ്ടനായ ഒരു മനുഷ്യൻ കപ്പലിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു ദുഷ്ടന് വേണ്ടി നിരപരാധികളായ എത്ര പേരാണ് നശിക്കുന്നത്! ഇതെന്തു ന്യായം, ഇതെന്തു നീതി! അയാളുടെ സങ്കടം കോപമായി മാറി. ധാർമ്മിക രോക്ഷത്തിൽ അയാൾ ജ്വലിച്ചു. അങ്ങനെ നോക്കി നിൽക്കെ അയാളുടെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചു. അയാൾ താഴേക്ക് നോക്കിയപ്പോൾ വരിവരിയായി പോകുന്ന ഉറുമ്പിൻ കൂട്ടം. അയാൾ കോപാവേശത്തിൽ കാലുയർത്തി വരിയിലുള്ള അനേകം ഉറുമ്പുകളെ ചവിട്ടി അരച്ചു തേച്ചു കളഞ്ഞു. പെട്ടെന്ന് അയാളുടെ മുന്നിൽ ഒരു ദിവ്യരൂപം പ്രത്യക്ഷമായി. അത് ഹെർമിസ് ദേവനായിരുന്നു. ഹേ മനുഷ്യ, എന്താണ് നിങ്ങൾ ചെയ്തത്? ഒരു ഉറുമ്പ് നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ രീതിയിൽ ഇത്ര അധികം ഉറുമ്പുകളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം? അയാൾ തലകുനിച്ചു നിന്നു. അപ്പോൾ ദേവൻ തുടർന്നു, ദൈവം നീതി നടപ്പാക്കുന്നതിലെ നീതി കണ്ടുപിടിക്കാൻ നിങ്ങൾ എത്ര സമർത്ഥനാണ്! എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചുകൂടാ? അത്രയും പറഞ്ഞിട്ട് ഹെർമിസ് ദേവൻ മറഞ്ഞു. ലജ്ജ കൊണ്ട് മനുഷ്യൻ വീണ്ടും തലകുനിച്ചു. സ്വന്തം അന്യായ പ്രവൃത്തികളെ വിസ്മരിച്ച് മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തുക പല മനുഷ്യരുടെയും സ്വഭാവമാണത്. ഇത് ശരിയല്ല.